ശരി, ഡോക്ടർ അനൂപ്, ഇപ്പോൾ സുഹൈൽ സൂചിപ്പിച്ചതുപോലെ ലോകരാജ്യങ്ങൾ ആ ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഈ പറയുന്നത് പോലെ കോവിഡിനൊപ്പം ജീവിച്ച് മുന്നോട്ട് പോവുകയാണോ വേണ്ടത്, അല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ ഈ തുടക്കഘട്ടത്തിലൊക്കെ ഉള്ളതുപോലെയുള്ള ആ ഒരു പ്രാധാന്യത്തോടെ തന്നെ കാണേണ്ടതില്ലേ? തീർച്ചയായിട്ടും നമ്മൾ ഇതിനെ പ്രാധാന്യത്തോടു കൂടെ തന്നെ കാണണം. പക്ഷേ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ പ്രതിരോധ രീതികളിൽ വ്യത്യാസം വരണം. അതിന് ചില പ്രത്യേക കാരണങ്ങൾ കൂടെയുണ്ട്. കാരണം നമ്മൾ തുടക്കത്തിലെ പ്രതിരോധ രീതികൾ പാളിപ്പോയത് കൊണ്ട് നമ്മൾ അത്തരം പ്രതിരോധ രീതികളിലേക്ക് പോകാൻ പാടില്ല എന്നുള്ളതല്ല, അതല്ലെങ്കിൽ അത് പാളിപ്പോയി എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. ആദ്യമായി ഏതൊരു വൈറസും ഒരു പുതിയ ഒരു പോപ്പുലേഷനിലേക്ക് വരുമ്പോൾ ആ സമയത്ത് ആർക്കും ഇതിനെതിരെയുള്ള പ്രതിരോധ ശക്തിയില്ല. ആ സമയത്ത് വലിയ രീതിയിലേക്ക് രോഗവ്യാപനം നടക്കാനും അതേപോലെ തന്നെ ഈ ഗുരുതരാവസ്ഥയിലേക്ക് രോഗം കൊണ്ടുപോകാനുള്ള സാധ്യത കൂടുതലാണ്. അത് നമ്മുടെ ലോകം മുഴുവൻ കാണുകയും ചെയ്തു. എന്നാൽ ഇന്ന് സ്ഥിതി മാറി. നമുക്ക് വാക്സിനുകൾ മൂലവും അതേപോലെ തന്നെ ആ സമയത്ത് രോഗം വന്ന അവസ്ഥയിലൂടെ, കാരണം ഒട്ടുമിക്ക ആൾക്കാരിലും നമ്മുടെ നാട്ടിലൊക്കെ രോഗം വന്നതാണ്. ഈ രണ്ട് രീതിയിലും ഈ പലർക്കും ഇതിൻ്റെ പ്രതിരോധ ശക്തി ശരീരത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ഗുരുതരാവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ മുമ്പേ ചെയ്ത പോലെയുള്ള ഈ ലോക്ക്ഡൗണോ അതല്ലെങ്കിൽ ഓരോ ഏരിയ തിരിച്ചുകൊണ്ട് അവിടെ ലോക്ക്ഡൗൺ നടത്തുന്നതോ അത്തരം സാഹചര്യങ്ങളിലേക്കൊന്നും പോകേണ്ട ഒരു അവസ്ഥയുണ്ടെന്ന് തോന്നുന്നില്ല. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ രോഗലക്ഷണമുള്ള ആൾക്കാർ മറ്റുള്ള ആൾക്കാരുമായി ഇടപഴകുന്നതും അതേപോലെ തന്നെ രോഗം വന്നു കഴിഞ്ഞാൽ ഗുരുതരാവസ്ഥയിലേക്ക് പോകാൻ സാധ്യതയുള്ള നേരത്തെ പറഞ്ഞ വിഭാഗത്തിലുള്ള ആൾക്കാരെ നമ്മൾ രോഗം വരാതെ സംരക്ഷിക്കുകയും ചെയ്യാം. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. അതിൻ്റെ കൂടെ തന്നെ ഈ രോഗം വന്നാൽ നമ്മൾ അതിനെ പ്രത്യേകിച്ച് വലിയൊരു നമ്പറിലേക്ക് ഇനിയും രോഗം കൂടിക്കഴിഞ്ഞാൽ അതിനെ ഏത് രീതിയിലൊക്കെ നമുക്ക് പ്രതിരോധിക്കാം. അത്തരത്തിലുള്ള ആൾക്കാർക്ക് ഏത് രീതിയിൽ നമുക്ക് വേഗം രോഗ നിയന്ത്രണത്തിൽ കൊണ്ടുവരാം, കൃത്യമായ ചികിത്സ കൊടുക്കാം. അതിനുള്ള ചികിത്സാ സംവിധാനങ്ങളും മരുന്നുകളും എത്രയും പെട്ടെന്ന് ഏത് രീതിയിൽ നമുക്ക് ലഭ്യമാക്കാം. ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത്. നമ്മുടെ ആശുപത്രികളൊക്കെ നിലവിൽ സജ്ജമാണോ ഡോക്ടർ? തീർച്ചയായിട്ടും എല്ലാ ആശുപത്രികളും സജ്ജമാണ്. മുമ്പൊക്കെ വന്ന പോലെ വലിയൊരു നമ്പറിലേക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അല്ലാത്ത രീതിയിലുള്ള നമ്മുടെ രോഗം വന്നു കഴിഞ്ഞാൽ ആ രോഗികളെ ചികിത്സിക്കാനുള്ള പ്രത്യേകിച്ച് ഒട്ടുമിക്ക ആശുപത്രികളിലും ഇപ്പോൾ എല്ലാ ഐസിയുകളോടനുബന്ധിച്ചും അതല്ലെങ്കിൽ വാർഡുകളോട് അനുബന്ധിച്ചൊക്കെ തന്നെ ഈ ഐസൊലേഷൻ റൂമുകളുണ്ട്. അത്തരം റൂമുകളിൽ വെച്ച് നമുക്ക് ഇവരെയൊക്കെ പ്രത്യേകിച്ച് ഹോസ്പിറ്റലൈസേഷൻ വേണ്ടി വരുന്ന രോഗികളൊക്കെ നമുക്ക് ചികിത്സിക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് വലിയൊരു നമ്പർ ചികിത്സിച്ച് പരിചയമുള്ള ഒരു മെഡിക്കൽ സമൂഹവും നമുക്ക് നമ്മുടെ രാജ്യത്തും സംസ്ഥാനത്തും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്കൊരു ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ട് എന്നേ തോന്നുന്നില്ല. അപ്പോൾ ഈ തുടക്കഘട്ടത്തിലേതുപോലുള്ള ഈ ക്വാറന്റൈൻ സംവിധാനങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നിലവിലിപ്പോൾ കടക്കേണ്ടതില്ല അല്ലേ? തീർച്ചയായിട്ടും നിലവിലുള്ള സാഹചര്യത്തിൽ അതിൻ്റെ ആവശ്യമില്ല. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏതൊക്കെ വകഭേദങ്ങളാണ് വരുന്നത്, അത് എത്ര കണ്ട് അതിന് വ്യാപനശേഷിയുണ്ട്, അതിൻ്റെ മരണസാധ്യത എത്രത്തോളമാണ്, അതിൻ്റെ ഗുരുതരാവസ്ഥ എത്രത്തോളമാണ്, ഇത്തരം പല കാര്യങ്ങളെ നമ്മൾ നിരന്തരം വീക്ഷിച്ച ശേഷവും അതിനെ കൂടുതലായിട്ട് നമ്മൾ അതിനെ അനലൈസ് ചെയ്ത ശേഷം മാത്രമേ ഇത്തരം കാര്യങ്ങളെ പറ്റി നമുക്ക് കൂടുതൽ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ഈ പ്രാഥമികമായ ഈ മുൻകരുതലുകൾ മാത്രം മതിയാവും. ഡോക്ടർ, ഈ വാക്സിനിലേക്ക് വന്നാൽ നമുക്ക് അറിയാം, അന്നു തൊട്ട് തന്നെ വാക്സിന്റെ കാര്യത്തിൽ രണ്ട് അഭിപ്രായമുള്ള ആളുകൾ ഉണ്ടായിരുന്നു. ഈ വാക്സിൻ 2 ഡോസും സ്വീകരിച്ചിട്ടുള്ള ആളുകൾക്ക് ഇനിയുള്ള അല്ലെങ്കിൽ അതിനുശേഷമുള്ള വകഭേദങ്ങൾ വീണ്ടും റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥിതിക്ക് അല്ലെങ്കിൽ അവർക്ക് ഈ വീണ്ടും കോവിഡ് വരിക എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്ന് നമുക്ക് തീർത്തും പറയാൻ കഴിയില്ലല്ലോ. അതൊരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. വീണ്ടും കോവിഡ് വരില്ല എന്നുള്ളതല്ല വാക്സിനുകളിൽ ഉദ്ദേശിച്ചത്. നേരെ മറിച്ച് വീണ്ടും കോവിഡ് വന്നാലും ഗുരുതരാവസ്ഥയിലേക്ക് പോവാതിരിക്കുക, നമ്മൾ അതിൻ്റെ രോഗത്തിൻ്റെ തീവ്രത കുറയ്ക്കുക. അപ്പോൾ തീർച്ചയായിട്ടും അത് തീവ്രത വളരെ കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്കിപ്പോൾ രോഗം വരുന്ന പലരും ഈ ഗുരുതരാവസ്ഥയിലേക്ക് പോവാതിരിക്കാനുള്ള കാരണം. ഇനി നമുക്ക് ഈ വകഭേദങ്ങൾ അനുസരിച്ച് പുതിയ വാക്സിൻ വേണോ എന്നുള്ളതാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. നമുക്കറിയാം, കോവിഡ് പോലെ തന്നെയുള്ള മറ്റൊരു രോഗമാണ് ഇൻഫ്ലുവൻസ. നമ്മുടെ നാട്ടിലാണെങ്കിൽ അത് H1N1 എന്നൊക്കെ പറഞ്ഞ വകഭേദങ്ങളാണ്. ഇൻഫ്ലുവൻസ എയുടെ നമ്മുടെ നാട്ടിലൊക്കെ വളരെ രീതിയിൽ രോഗം പരന്നിരുന്നത്, നമ്മളെ പന്നിപ്പനി എന്നൊക്കെ പറയുന്ന രോഗം. പക്ഷേ അതിൻ്റെ തന്നെ പല വകഭേദങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇൻഫ്ലുവൻസയുടെ വാക്സിൻ എടുക്കുന്ന ആൾക്കാർ, നമ്മൾ ടെട്രാവാലൻ വാക്സിൻ എന്നാണ് പറയുക, പ്രത്യേകിച്ച് നമ്മൾ ഈ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളോ അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ രോഗങ്ങളോ ഈ പ്രായാധിക്യമുള്ള ആൾക്കാരിലൊക്കെയാണ് ആ വാക്സിൻ ഉപയോഗിക്കുന്നത്.
ആ വാക്സിൻ എല്ലാ വർഷവും ഈ ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശപ്രകാരം പുതിയ പുതിയ വേരിയന്റിനെ കവർ ചെയ്യുന്ന രീതിയിലുള്ള വാക്സിനാണ് ഓരോ വർഷവും കൊടുക്കുന്നത്. കാരണം നമുക്ക് ഒരു വാക്സിൻ കൊടുത്തു കഴിഞ്ഞാൽ പുതിയ വേരിയന്റ് വരുമ്പോൾ ആ വാക്സിൻ അത്ര ഫലപ്രദമാവില്ല. പക്ഷേ കോവിഡിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇതുവരെ ആ രീതിയിലൊരു ഡാറ്റ ലഭ്യമല്ല. നമുക്ക് ഇതേപോലെ തന്നെ ഒരു പ്രത്യേക കാലയളവിൽ വീണ്ടും വാക്സിൻ റിപ്പീറ്റ് ചെയ്യണം എന്നുള്ള രീതിയിലേക്കുള്ള ഒരു നിഗമനത്തിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. പക്ഷേ തീർച്ചയായിട്ടും പുതിയ വകഭേദങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഇമ്മ്യൂൺ എസ്കേപ്പ് ഫിനോമിന, നമുക്ക് പണ്ട് നമ്മുടെ ശരീരത്തിൽ ആർജിച്ച പ്രതിരോധ ശക്തിയെ അത് മറികടക്കാനുള്ള രീതിയിലേക്ക് ഈ പുതിയ വകഭേദങ്ങൾ മാറുകയാണെങ്കിൽ തീർച്ചയായിട്ടും പുതിയ വാക്സിനുകൾ വേണോ എന്നുള്ളതിനെ പറ്റി ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് വീണ്ടും വാക്സിൻ എടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ട് എന്ന് തോന്നുന്നു.